ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു എ ലൈൻ ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അതുകൂടാണ്ട് ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് 3 മീറ്റർ കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ്. അതിന് ലൈനിങ് ആയിട്ട് 2 മീറ്റർ കോട്ടൻ്റെ മെറ്റീരിയലും എടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു വൈറ്റ് ലേസും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. വേഗം തന്നെ ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മളെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം ലൈനിങ്ങിൽ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ മെയിൻ ക്ലോത്ത് അവിടെ മാറ്റിയേക്കാം. എന്നിട്ട് നമുക്ക് ലൈനിങ് എടുത്തിട്ട് നമുക്കിത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിടാം. അപ്പോൾ ഇതാ ലൈനിങ് ഇവിടെ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇതാണ് ഓപ്പൺ വരുന്ന ഭാഗം, ഇവിടെയാണ് ഫോൾഡ് വരുന്ന ഭാഗം. അപ്പോൾ നമുക്കിനി മുകളിൽ നിന്ന് താഴത്തേക്ക് എത്രയാണോ നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു 3-4 ഇഞ്ച് കുറച്ചിട്ട് ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 40 ഇഞ്ചിലാണ് ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഫോൾഡ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ഇവിടത്തേക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 6.5 ഇഞ്ച് ഇവിടെ താഴത്തേക്കും കൂടി ഒന്നും ജസ്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളും നമുക്ക് 6.5 തന്നെ മാർക്ക് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യും. കാരണം നമ്മൾ ഷോൾഡർ മുകളിൽ നിന്ന് 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആം ഹോള് 6.5 ഇഞ്ചിൽ തന്നെ വരും. അപ്പം നമ്മളിതാ 7 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഷോൾഡർ ഡ്രോപ്പിനായിട്ട് 1/2 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതേ മാർക്കിങ് ജസ്റ്റ് ഇവിടെയും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം. ഇതുപോലെ ബോക്സ് ആക്കി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ലൈനിലേക്ക് നമ്മുടെ ചെസ്റ്റ് റൗണ്ടിന് 4 ഭാഗം അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 9.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ആം ഹോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഷോൾഡർ ഡ്രോപ്പ് കൊടുത്ത ആ ഒരു ലൈനിൽ നിന്ന് നമ്മൾ ഈ ഒരു ആം ഹോൾ മാർക്ക് ചെയ്ത ലൈനിൻ്റെ നേരെ സെൻറ്റർ ഭാഗം ഒന്ന് കാണുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ലൈൻ ജോയിൻ്റ് ആയിട്ട് വരുന്ന രീതിക്ക് നമുക്ക് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. നമ്മൾ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ചെസ്റ്റ് ലൈനിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒരിക്കലും ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാൻ പാടില്ല. ഇതുപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. എന്നതിന് ശേഷം ഞാൻ ഈ ഒരു ചെസ്റ്റ് ലൈനിൻ്റെ താഴത്തേക്ക് ഒരു 1/4 ഇഞ്ച് ഇതുപോലെ താഴ്ത്തി ഒന്ന് വരച്ചു കൊടുക്കാറുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഇതാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ഈസി ആയിട്ട് കൈയൊക്കെ നിൽക്കും. ഇനി നമുക്കിവിടെ തയ്യൽ തുമ്പ് 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിൽ നിന്ന് താഴത്തേക്ക് ഷെയ്പ്പിനായിട്ട് ഒരു 14 ഇഞ്ചിലൊരു മാർക്കിങ്ങും പിന്നെ ഒരു 20 ഇഞ്ചിൽ ഒരു മാർക്കിങ് കൊടുക്കാം. എ ലൈനാണ്. ഇവിടെ താഴത്തേക്ക് നമ്മുടെ തുണിയുടെ വീതിക്ക് തന്നെ എടുക്കാം. ഈ ഒരു ഷേപ്പിൻ്റെ ആ ഭാഗത്ത് നമുക്കിപ്പം 9.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുക്കാം. ഹിപ്പ് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് നമുക്കൊരു 11-11.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടുന്ന് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് ജസ്റ്റ് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈൻ, നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പിട്ട ആ ഒരു ലൈൻ ഈ ഒരു തുണിയുടെ വീതി എത്രയാണെന്ന് വരുന്ന ആ ഒരു ലൈനിലേക്ക് നമുക്ക് ഇതുപോലെ വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു മുകളിൽ നിന്ന് താഴത്തേക്ക് 2 ഇഞ്ച് ഇതുപോലെ കയറ്റി മാർക്ക് ചെയ്ത് അത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെരിച്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് കൊടുക്കാം. 3.25 ഇഞ്ച് കൊടുക്കാമേ. 3.25 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് ആദ്യം ഷോൾഡർ ഡ്രോപ്പ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് ഞാനിപ്പം ഒരു ചെറിയൊരു കോളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. അതിനു മുന്നേ നമുക്ക് ആം ഹോൾ, ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊരു
ആം ഹോളിൻ്റെ ബോക്സും കൂടി ആക്കി വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഒന്നും കൂടി ഒരു കർവ് വരച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് ആം ഹോളിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതാക്കാം. ആദ്യം നമ്മളിതാ ഇതുപോലെ ഷോൾഡർ ഡ്രോപ്പ് മാർക്ക് ചെയ്ത് അതിലൂടെ കട്ട് ചെയ്ത് വന്ന് ഇനി നമുക്ക് ഈ ഒരു ബാക്ക് ആം ഹോളിലൂടെ കട്ട് ചെയ്ത് പോയതിന് ശേഷം നമ്മൾ ആ ഒരു തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ള ആ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. സിമ്പിളായിട്ടുള്ള ഒരു എ ലൈനാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു മോഡലായിട്ട് വരുന്ന ഒരു വലിയൊരു ഫ്ലവറിൻ്റെയും ലീഫിൻ്റെ ഒക്കെ മോട്ടീവ്സ് പോലെ കൊടുക്കാറില്ലേ, അങ്ങനെ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ടോപ്പ് ഭയങ്കര സിമ്പിൾ പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ട് അതിൽ ചെറിയൊരു ത്രെഡ് വർക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതങ്ങ് മാറ്റിയിട്ട് ഫ്രണ്ടും ബാക്കും ഒന്ന് ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടും ബാക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ നമ്മൾ 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ബാക്ക് നെക്കിനായിട്ട് നമുക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒരു കർവ് ചെയ്തിട്ട് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിനായിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊരു ബോക്സ് ആക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊരു റൗണ്ട് ഷേപ്പിൽ തന്നെ അതും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് താഴത്തേക്ക് നമുക്കൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മാർക്കിങ്ങിന് ഉള്ളിലേക്ക് നമുക്കൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊരു നമുക്ക് ചെറിയൊരു വി ഷേപ്പിലും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ നെക്ക് ഉള്ളിലേക്ക് പോകാനുള്ള ആ ഒരു തല കടത്തണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. അപ്പം നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്ക് നെക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം ഇതിൽ നിന്ന് ലൈനിങ്ങിന് ഒരു ലൈനിങ് അങ്ങ് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ട് ലൈനിങ് മാത്രം എടുത്തിട്ട് നമുക്ക് ഈ ഒരു കട്ടിങ്ങിലൂടെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഫ്രണ്ട് ആം ഹോളും കൂടി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കളയാം. അതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ട് നേരത്തെ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ചെസ്റ്റ് ഷേപ്പ് മാർക്ക് ചെയ്തില്ലേ, അത് നമുക്ക് ഇവിടെ താഴത്തേക്കും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് എളുപ്പമുണ്ടാവും. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്താൽ മതി, എല്ലാം നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്കും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ അളവിൽ നമ്മുടെ മെയിൻ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. എന്നാൽ ബാക്കി തുണി നമുക്ക് ഫ്ലെയർ ഫുള്ളായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ആ തുണി ഇങ്ങനെ വീതിക്ക് വെച്ചിട്ട് 2ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങോട്ടൊരു മടക്കം കൂടി മടക്കി കൊടുക്കാം. ലൈനിങ് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ തുണി നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇങ്ങോട്ടേക്ക് 4ആയിട്ട് മടക്കി കൊടുക്കാം. ഈ മടക്കിൻ്റെ ഒരു വീതി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു ഏകദേശം ഒരു 10-10.5 ഇഞ്ചോളം ഉണ്ട്. അപ്പം നമുക്കിങ്ങനെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു താഴെ ഭാഗത്ത് നിന്ന് ആദ്യം നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. എൻ്റെ ഇപ്പോൾ സ്കെയില് കാണാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതുപോലെ ഇതൊന്ന് ഈവണാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
താഴെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ലീവ് ലെങ്ത്ത് ഇവിടുന്ന് താഴത്തു നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 11 ഇഞ്ചാണ് എനിക്ക് വേണ്ടുന്നത്. അപ്പോൾ താഴെ ഭാഗത്ത് മടക്കി അടിക്കേണ്ടത് കൊണ്ട് 1 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. 12 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഈ 12 ഇഞ്ചിൽ നമുക്കതുകൊണ്ട് ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ഈ വരച്ച ലൈന് താഴത്തേക്ക് നമുക്കൊരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് അതും ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഈ നമ്മുടെ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച ആം ഹോളില്ലേ, ആം ഹോളിന് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് വിടുക. എന്നതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഒന്ന് മെഷർ ചെയ്ത് എടുക്കാം. ഇതെത്രയാണ് കിട്ടുന്നതെന്നിങ്ങനെ മെഷർ ചെയ്ത് നമ്മൾ ചെസ്റ്റ് ലൈനിൻ്റെ ആ ഒരു മാർക്കിങ് വരെ എനിക്കിപ്പം 8.25 ഇഞ്ചാണ് കിട്ടുന്നത്. ബാക്ക് ആം ഹോളാണ് ഞാൻ മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു 8.25 ഇഞ്ച് ഈ ഒരു കോർണറിൽ നിന്ന് ഈ ഒരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ലൈനിലേക്ക് എവിടെയാണോ കിട്ടുന്നതെന്ന് വെച്ചാൽ ആദ്യം അവിടെ ഒരു മാർക്കിങ് കൊടുക്കാം. ഇവിടെയാണ് നമ്മുടെ ഇത് വരുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ലൈനിൻ്റെ ടേപ്പ് ഇതുപോലെ മടക്കി പിടിച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം കാണാം. എന്നിട്ട് ഈ സെൻറ്റർ ഭാഗത്തിൻ്റെ അതിൻ്റെ സെൻറ്ററും കൂടി ഇതുപോലെ ടാപ്പ് മടക്കി പിടിച്ചിട്ട് തന്നെ കാണാം. സ്കെയിലെടുത്തൊക്കെ ചെയ്യുന്നവർക്ക് ചെയ്യാമേ, ഞാനിങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് 4 പോയിൻറ്റ്സ് അങ്ങ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഫസ്റ്റ് പോയിന്റിൽ അവിടെ നിന്ന് മുകളിലേക്ക് 1/2 ഇഞ്ചും 3rd പോയിന്റിൽ നിന്ന് താഴത്തേക്ക് 1/2 ഇഞ്ചും ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മാർക്കിംഗ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ അങ്ങ് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇതുപോലെയാണ് നമ്മുടെ നോർമലായിട്ടുള്ള സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് 2 ഇഞ്ച് നമ്മൾ ടോപ്പിൽ തയ്യൽ തുമ്പിട്ടെടുത്തത്, അപ്പോൾ 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴത്തെ വീതി നമുക്കൊരു 5.25 ഇഞ്ചാണ് വേണ്ടത്. അതും അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ച് തയ്യൽ തുമ്പ് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതും കൂടി ഇങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ സ്ലീവിൻ്റെ ഒരു മാർക്കിങ് വന്നിട്ടുള്ളത്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ കൈക്ക് മുകളിലോട്ട് ചെറിയൊരു പഫ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിലേക്ക് ചെറിയ പഫാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഇഞ്ചിൻ്റെ ഒക്കെ പഫേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ച് വീതി കൊടുക്കാം അല്ലേ. എനിക്ക് പഫ് കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. ചെറിയ പഫ് കൊടുക്കണോ കുറച്ച് വലിയ പഫ് ചെറുത് മതി. 2.5 ഇഞ്ചും അതേ 2.5 ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ഇതുപോലൊരു ബോക്സ് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഒരു പഫിൻ്റെത്. ഈ ഒരു പഫ് ഇത് നമുക്കിതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഈ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തിട്ടില്ല, ഈ ഒരു ലൈൻ്റെ സെൻറ്റർ പോയിന്റ്, ആ പോയിന്റിലേക്ക് നമുക്കിതൊന്നിങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പഫിൻ്റെ ചെറിയ പഫ് വരുന്ന സ്ലീവിൻ്റെ കട്ടിങ് ഇങ്ങനെ ചെയ്യാം. ഇത് നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതുപോലെ ഇങ്ങനെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നമുക്ക് ആ തുണി സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുമേ. ഇതൊക്കെ ബിഗിനേഴ്സ് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ട് എന്ന് കരുതിയിട്ട് ഞാനായിട്ട് പഠിച്ചു വെച്ച പാഠങ്ങളിൽ നിന്ന് പറഞ്ഞു തരുന്നേ ഇല്ലേ. ഒക്കെ ഓരോരാളുടെ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യണോ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യണോ എന്നുള്ളത്. അപ്പം നമ്മുടെ സ്ലീവ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബോഡി പാർട്ട് കട്ട് ചെയ്ത സമയത്ത് ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വെട്ടിയിരുന്നു. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് സ്ലീവ് ഇതുപോലെ രണ്ടായിട്ട് നിവർത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. ഞാൻ ഈ ചെറിയ പഫ് കൊടുക്കുന്ന സമയത്തൊന്നും അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാറില്ലേ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം.
അപ്പോൾ നമുക്ക് ഇന്നൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ ആവശ്യമില്ല, എന്തായാലും ചുമ്മാ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, എന്നിട്ട് ഞാനത് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ എഫ് എഴുതി വെക്കെ. ഇതൊക്കെ കാര്യമില്ലാത്തൊരു പണിയാണ്, എന്നാലും ഇറങ്ങല്ലേ. അപ്പോൾ ഇതാ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള ഈ ഒരു മെയിൻ ഫാബ്രിക്കിന് നമ്മുടെ ലൈനിങ്ങിനെ കണക്കായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നാ വേക്കാമോട്ടൂടെയാണ് ഇതുപോലെ നമ്മൾ ഹിപ്പ് മാർക്ക് ചെയ്ത് അവിടുന്ന് കുറച്ച് താഴത്തേക്ക് ലൈനിങ്ങിൻ്റെ അതേപോലെ കട്ട് ചെയ്യുക. പിന്നെ അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തോളൂ. നമ്മുടെ ആ തുണിയുടെ എത്രയാണോ മാക്സിമം വീതി കിട്ടുന്നത് ആ വീതിയിലേക്ക് ഇതുപോലെ ചെരിച്ചിട്ട് അങ്ങ് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ടോപ്പ് ഇവിടെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഞാൻ 3 ഇഞ്ചോളം കൂട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ 2.5 ഇഞ്ചല്ലേ കൊടുത്തേ, അവിടെ നമുക്ക് 3 ഇഞ്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ എത്രയാണോ ലെങ്ത്ത് അതിൻ്റെ ഇത് നമുക്കിത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഹാഫ് ഇതുപോലെ ഒന്ന് ടേപ്പ് ഫോൾഡ് ചെയ്ത് പിടിച്ച് കണക്കാക്കാം. എന്നിട്ട് ഈ ഒരു സെൻറ്റർ പോയിന്റിലേക്ക് നമുക്ക് ഈ ചെരിച്ച് വരച്ചത് കയറ്റി മാർക്ക് ചെയ്തത് ഇങ്ങനെ ചെരിച്ച് ഒരു കർവ് വരുന്ന രീതിക്ക് ഇങ്ങനെ ആ ഒരു ലൈനിലേക്ക് അങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും ബാക്ക് സെപ്പറേറ്റ് ആക്കി എടുത്തതിന് ശേഷം ആദ്യം നമുക്ക് ഈ ഒരു ലൈനിങ് മെയിൻ ക്ലോത്തിൻ്റെ ചിത്തവശത്തേക്ക് നമുക്കൊന്ന് അടിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. ആ ജോയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഹിപ്പ് മാർക്ക് ചെയ്തതിൻ്റെ 1-2 ഇഞ്ച് മുകളിലേക്ക് മാത്രം ഈ ഒരു സൈഡിലൂടെ ഞാനിങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ അതും കൂടി ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം എന്നെപ്പോലെ ഈ ഒരു എന്താ പറയുക ലൈനിങ്ങും മെയിൻ ക്ലോത്തും ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ കാണിച്ചിട്ട്, ഞാൻ എന്താ ഇതുപോലെ ഗം ഇട്ടിട്ട് ഒട്ടിക്കുക ചെയ്യാറ്. അതാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ടൈം ഒന്ന് ലാഭിക്കുക. ഇപ്പം എൻ്റെ കയ്യിൽ ഈ B7000 ഗ്ലൂ മാത്രമേ ഉള്ളൂ. നമ്മുടെ നോർമൽ ഫാബ്രിക് ഗ്ലൂ മതി, അതാണ് കുറച്ചും കൂടി നല്ലത്. ഇത് കുറച്ച് റേറ്റ് അധികമുള്ളല്ലേ. ഇതുപോലെ നമുക്ക് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ഫാബ്രിക് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അതാകുമ്പോൾ ഉണ്ടല്ല സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ടൈം നമുക്ക് ലാഭിക്കാം. അത് ഈ ഒരു അരികിലൂടെ തന്നെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഒരുപാട് ഉള്ളിലേക്ക് ആക്കി കൊടുത്താലേ ആ ഒരു ഗമ്മിൻ്റെ കല അവിടെ കാണും. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഡ്രോപ്പായിട്ട് ഞാൻ ഇതാക്കി കൊടുക്കുന്നുണ്ട്. ഫാബ്രിക് ഗ്ലൂ വന്നിങ്ങനെ വരച്ചിട്ടങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അതാകുമ്പോൾ നമ്മൾ പണി വേഗം തീരും. ഇതിപ്പോൾ നമ്മളിങ്ങനായിട്ട് ഇനിയിപ്പോൾ ഒരു സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ടൈം എത്ര പോകുന്ന, എനിക്കങ്ങനെ ടൈം കളയാൻ തീരെ ഇഷ്ടമില്ല. അപ്പം ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കാറുള്ളത്. അപ്പം നമ്മളിതാ ലൈനിങ്ങുമായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഇവിടെ എക്സ്ട്രാ വന്ന മെയിൻ ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നെക്കിൻ്റെ ഭാഗത്തും ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്തൊക്കെയുള്ള എക്സ്ട്രാ വന്ന ഫാബ്രിക്സൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഇതിങ്ങനെ നല്ല വശം ഇട്ട് കൊടുത്തിട്ട് ബാക്ക് വശത്തിന് നല്ല വശമായിട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഷോൾഡർ ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഷോൾഡേഴ്സ് തമ്മിൽ ആദ്യം ഒന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്തെടുത്ത് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു പഫ് വരുന്ന സ്ലീവല്ലേ കൊടുത്തത്, അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ പഫ് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് ഒരു ലൂസ് സ്റ്റിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ ഇതിൻ്റെ ഒരു ത്രെഡ് പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് ചെറിയ ഗ്യാദേഴ്സായിട്ട് കിട്ടും. അപ്പോൾ അത് നമ്മൾ ആ ഒരു ഷോൾഡർ ജോയിൻറ്റ് വരുന്ന ആ ഒരു പോയിൻറ്റിലേക്ക് ഇതുപോലെ വലിച്ചിട്ട് ആക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പഫ് അവിടെ ഫോമായിട്ട് വരും. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരും. എന്നിട്ട് ആ ഒരു നമ്മുടെ ഈ ഒരു എന്താ പറയുക
സ്ലീവ് കട്ട് ചെയ്തപ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് കണ്ടായിരുന്നു. ആ സെൻറ്റർ പോയിൻറ്റ് നമ്മുടെ ഷോൾഡറിൻ്റെ ആ ജോയിൻറ്റ് വരുന്ന ഭാഗത്തേക്കായിട്ട് വരുന്ന രീതിക്ക് ഈ ഗ്യാദേഴ്സും കൂടി ഒന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കും മനസ്സിലാവും. എ ലൈൻ ടോപ്പൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും പുതിയൊരു മോഡലല്ലേ, ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ വരുന്ന ടൈപ്പല്ലേന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ആർക്കെങ്കിലും റിപ്പീറ്റഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സോറി, അല്ലാത്തവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടാ. അപ്പം നിങ്ങൾ ഇത്ര വരെ വീഡിയോ കണ്ടതല്ലേ, ഒന്ന് ലൈക്ക് ചെയ്യണേ ഇപ്പം. അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ പഫ് വരുന്ന സ്ലീവൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴെ ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സൈഡിൽ നിന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ സ്ലീവ് മടക്കി അടിച്ചതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ സൈഡും കൂടി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു വി കട്ട് കൊടുത്തിട്ടില്ലേ, അത് ഫിനിഷാക്കി കൊടുത്തിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. ഇത് സൈഡ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ അത് ഫിനിഷ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു ലൈനിങ്ങിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല തുണീൻ്റെ പീസ് എടുക്കുന്നതായിരുന്നു നല്ലത്. ഞാൻ പിന്നെ പെട്ടെന്നുള്ള തിരക്കിന് ലൈനിങ്ങിൻ്റെ പീസാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അത് നമ്മുടെ തുണീൻ്റെ നല്ല വശത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു വി ഷേപ്പിൽ നമ്മൾ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ആ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പം ഞാൻ കൈ ഇങ്ങനെ ഉള്ളിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. താഴെ ഭാഗം കൂടി കട്ടായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ശരിക്കും സൈഡ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ചെയ്യണം. എന്നിട്ട് നമുക്ക് ആ ഒരു വി വരുന്ന ഭാഗത്തൊക്കെ ചെറിയ കട്ടിട്ടിട്ട് ഇപ്പം നമ്മൾ വെച്ച് കൊടുത്ത ചെറിയ പീസ് തുണി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ നെക്കൊക്കെ ഫിനിഷ് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ നെക്ക് ഫിനിഷ് ചെയ്യാൻ എടുത്ത ഒരു പീസ് തുണിയില്ലേ, അത് നമ്മൾ ലൈനിങ് മാത്രമായിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നതാണെങ്കിൽ ഫ്രണ്ടിലേക്ക് ഹെമ്മിയോ അല്ലെങ്കിൽ സ്റ്റിച്ച് കാണാത്ത രീതിക്കൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഗമ്മിട്ടിട്ടാണല്ല ലൈനിങ് വൈറ്റ് ജോയിൻ ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ ആ നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഒരു പോക്കറ്റ് വെച്ച് കൊടുത്തേക്കാന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത്. ഇപ്പം ഞാൻ ഉൾവശത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പോക്കറ്റ് തയ്ക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ വേറെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം വീഡിയോക്ക് ഒരുപാട് ലെങ്ത്ത് കൂടിപ്പോവും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. നമ്മൾ ആദ്യം മുകളിൽ നിന്ന് താഴത്തേക്ക് നമ്മുടെ പോക്കറ്റ് എവിടെ നിന്നാണോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പോയിൻ്റ് ആദ്യം മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ ഏത് ഷേപ്പിലാണോ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് അത് ഒരു മാർക്കിങ് കൊടുത്താൽ നല്ലതാണ്. എന്നിട്ട് നമ്മൾ താഴത്തേക്ക് പോക്കറ്റിൻ്റെ ഒരു ലെങ്ത്തായിട്ട് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ആ ഒരു തയ്യൽ തുമ്പ് വരുന്ന ആ ഒരു ഭാഗത്തേക്ക് 1/2 ഇഞ്ച് ഇതുപോലെ എക്സ്ട്രാ നമ്മുടെ പോക്കറ്റിൻ്റെ തയ്യൽ തുമ്പായിട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ബാക്കി വരുന്ന എക്സ്ട്രാ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയും. ഇത് ഫ്രണ്ട് ഭാഗം മാത്രമേ കട്ട് ചെയ്ത് കളയുന്നുള്ളൂ. ബാക്ക് ഭാഗം കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ കളയാം. ഞാനിപ്പം ഫ്രണ്ട് ഭാഗം മാത്രമേ കട്ട് ചെയ്ത് കളയുന്നുള്ളൂ. ഇനി പോക്കറ്റിനായിട്ട് നമുക്ക് 2 പീസ് തുണി വേണം. ഒരു 10 ഇഞ്ച് ലെങ്ത്തും 7 ഇഞ്ച് വിഡ്ത്തൊക്കെ വരുന്ന ഒരു പീസ് തുണി എടുക്കാം. പോക്കറ്റിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടാനും കുറക്കാനും ഒക്കെ പറ്റും. അപ്പം ഇതുപോലെ പോക്കറ്റിൻ്റെ ഷേപ്പ് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിൽ സ്ക്വയർ ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എലൈൻ ടോപ്പ് ആയതുകൊണ്ട് ഞാനിപ്പം പോക്കറ്റിന് ഷേപ്പ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ലേ. അപ്പോൾ നമ്മൾ പോക്കറ്റിൻ്റെ ആ തുണി നല്ല വശം ചേർത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ആദ്യം ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു മാർക്കിങ്ങിൽ നിന്ന് ഉള്ളിലേക്ക് 1/2 ഇഞ്ച് നമ്മൾ ടോപ്പിൽ പോക്കറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കിട്ടില്ലേ, ആ 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതുപോലെ നമ്മൾ പോക്കറ്റിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ 5.5 ഇഞ്ചാണ് നമ്മൾ ടോപ്പിൽ മാർക്ക് ചെയ്ത് കൊടുത്തത്. 5.5 ഇഞ്ച് തന്നെ അവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെയും 1/2 ഇഞ്ചിൻ്റെ ഇങ്ങനെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് അതൊരു ലൈനായിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം. ഈ ഒരു ലൈനാണ് മറ്റേ നമ്മൾ ടോപ്പിൽ മാർക്ക് ചെയ്ത ആ ലൈനുമായിട്ട് മാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ നല്ല വശത്ത് ടോപ്പിൻ്റെ നല്ല വശത്താണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്തത്
ഇതുപോലെ ടോപ്പിൻ്റെ നല്ല വശമായിട്ട് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ലൈനിൽ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് മതി, രണ്ട് സൈഡിലേക്ക് ആ ഒരു മാർക്ക് ചെയ്തിട്ടില്ല അതൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ അരയിഞ്ച് തയ്യൽ തുമ്പ് വിട്ട അവിടെ ഒരു കട്ടിട്ട് കൊടുക്കുക. കട്ടിട്ട് കൊടുത്തിട്ട് അത് നമ്മുടെ ആ തുണി പതിച്ച് അതിൻ്റെ തയ്യൽ തുമ്പ് നമ്മുടെ ആ പോക്കറ്റിൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു പതിച്ചൊരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അടുത്ത പോക്കറ്റിൻ്റെ മറ്റേ പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്കി 3 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, പോക്കറ്റ് ക്ലോസ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ പോക്കറ്റിൻ്റെ ബാക്കി 3 സൈഡും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പോക്കറ്റ് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു നല്ല വശം പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇത് നമ്മുടെ കുർത്തീൻ്റെ ഉൾവശത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു പീസ്, നമ്മൾ 2 പീസ് പോക്കറ്റ് ഉണ്ടായിട്ടില്ലേ, അതിൻ്റെ ഒരു പീസിൻ്റെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇതുപോലെ നമുക്ക് പുറത്തേക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ലൈനിലൂടെയാണ് നമ്മൾ ബാക്ക് ഭാഗമായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ബാക്കി മുകളിൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ആ 1 ഇഞ്ച് ഉണ്ടാവും, പിന്നെ താഴത്തേക്ക് നമ്മുടെ പോക്കറ്റിൻ്റെ ബാക്കി ലെങ്ത് ഉണ്ടാവും. അതൊക്കെ നമ്മൾ ബാക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൂട്ടിയടിച്ചോളുക. പിന്നെ നമ്മൾ ഒരു സൈഡ് മാത്രം നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ആ സൈഡ് മാത്രം വിട്ടിട്ട് ഇപ്പം ഈ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് വന്ന ആ പീസിൽ ആ പീസിലൂടെ വേണം നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന പോലെ ഈ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് പോകാൻ പാടില്ല കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ കൈ ജസ്റ്റ് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവുമേ. എന്നിട്ട് ആ ഒരു നമ്മുടെ ഹിപ്പ് വരുന്ന ഭാഗം വരെയാണ് നമ്മൾ അങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കുമായിട്ട്. എന്നിട്ട് നമ്മൾ അത്ര വരെ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എ ലൈൻ കുർത്തിക്കൊക്കെ കുറച്ചും കൂടി ഒരു ഫിനിഷിങ്ങിൽ കിട്ടാൻ സഹായിക്കാം. ആദ്യം മെയിൻ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ലൈനിങ് ഫാബ്രിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതായത് 2 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ നമ്മളെ പോക്കറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കോളറാണ് വെച്ച് കൊടുക്കേണ്ടത്. ഒരു ഷർട്ട് കോളർ ടൈപ്പാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു പോയിന്റിൽ വി നെക്ക് കൊടുത്ത ആ ഭാഗം തൊട്ടിട്ട് അടുത്ത വി നെക്ക് വരെ ഫുൾ റൗണ്ട് നമ്മൾ ടാപ്പ് വെച്ചിട്ടൊന്ന് മെഷർ ചെയ്തെടുക്കണം. മെഷർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തുണി വലിച്ചു പിടിക്കാനോ ടാപ്പ് വലിച്ചു കൊണ്ടുപോകാനോ ഒന്നും പാടില്ല. ഇങ്ങനെ പതിയെ നീക്കി ഈ ഷോൾഡർ വരുന്ന ആ ഭാഗത്ത് നിന്ന് നമ്മൾ ഇതുപോലെ തിരിച്ചിട്ടൊക്കെ വെച്ച് ഒരു കർവ് ഷേപ്പൊക്കെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ മെഷർ ചെയ്ത് എടുക്കുക വേണ്ടുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ 16.4 കിട്ടിയിട്ടുള്ളത്, 16.4. ഇനി നമുക്ക് ക്യാൻവാസ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ, അല്ല തുണി തന്നെ മതിയെങ്കിൽ അങ്ങനെ. ഞാനിപ്പോൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ക്യാൻവാസ് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. ഇവിടെ കോളറിൻ്റെ ഹൈറ്റിനായിട്ട് ഞാൻ 3.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് കോളറിൻ്റെ ഹൈറ്റ് കൊടുക്കാം. എന്നിട്ട് ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് ആദ്യം 3 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുത്തു. അതിന് ശേഷം നമുക്ക് ഫുൾ കോളർ 16.4 ആണ് കിട്ടിയത്, അതിൻ്റെ ഹാഫും കൂടി ഒരു മാർക്കിങ് കൊടുക്കാം. എന്നിട്ട് പുറത്തേക്ക് 1 ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് കൊടുക്കുക. പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് താഴ്ന്നത് മുകളിലേക്ക് ഒരു 3/4 ഇഞ്ചും കൂടി ഒരു മാർക്കിങ് കൊടുക്കാം. ഈ 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റും നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റുമായിട്ട് ഇതുപോലെ ചെറിയൊരു കർവ് വരുന്ന രീതിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ട ഭാഗം. അത് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക. നമുക്ക് ആ നെക്ക് റൗണ്ട് കിട്ടിയതും ഇതുമായിട്ട് കറക്റ്റായിട്ട് തന്നെയാണോ നിൽക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ അത് കട്ട് ചെയ്തെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ 3/4 ഇഞ്ചിൻ്റെ ആ കർവ് ചെറുങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ച് നോക്കിയിട്ടൊക്കെ നിങ്ങൾ ചെയ്യുക. ആ കോളറിൻ്റെ മെഷർമെൻറ്റ് കണക്കായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴും കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതൊന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം ഒരു പീസ് നല്ല തുണി എടുക്കുക. എന്നിട്ട് ആ നല്ല തുണീൻ്റെ ചീത്ത വശത്തേക്കായിട്ട് നമുക്ക് ഈ ഒരു ക്യാൻവാസ് അയൺ ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കുക. പിടിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് 4 വശത്തേക്കും ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ നമുക്ക് എത്രയാണ് തയ്യൽ തുമ്പ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര പോലെ തുണി ഉണ്ടാവണം. എന്നിട്ട് അയൺ ചെയ്തെടുത്തതിന് ശേഷം അതേപോലെയുള്ള ഒരു പീസ് തുണിയും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. തുണികൾ രണ്ടും നല്ല വശമായിട്ട് ചേർന്ന് വരുന്ന രീതിക്ക് വെച്ചിട്ട് ഈ ഒരു മുകൾ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
മുകൾ ഭാഗത്തെ 3 സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കോർണറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നീറ്റായിട്ട് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ എഡ്ജസൊക്കെ ഷാർപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മുടെ കത്രികയുടെ കൊക്കോ അല്ലെങ്കിൽ സീം റിപ്പറൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി കൊടുത്തിട്ട് എഡ്ജസൊക്കെ നല്ല നീറ്റായിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ഇത് വേണമെങ്കിൽ ഒന്ന് പ്രസ് സ്റ്റിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു നോട്ട്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതേപോലെ നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തും ഒരു നോച്ചങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കോളർ വെച്ച് കൊടുക്കാം. നമ്മുടെ ടോപ്പിൻ്റെ ഉൾവശത്താണ് ആദ്യത്തെ സ്റ്റിച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഒരു സെൻറ്റർ നോട്ട്സ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ, ആ ഒരു ഭാഗമായിട്ട് നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ നോട്ട്സുമായിട്ട് ആദ്യം പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉൾവശത്ത് നിന്ന് കോളർ ഉൾവശത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൽ വീഡിയോ കാണിക്കുന്ന പോലെയല്ല, നമ്മുടെ ആ ക്യാൻവാസ് വരുന്ന ഭാഗമാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഞാനത് വെച്ചത് തിരിഞ്ഞു പോയി. അപ്പോൾ എൻ്റെ കോളറിൻ്റെ താഴെ ഭാഗത്താണ് ക്യാൻവാസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ക്യാൻവാസിൻ്റെ മുകൾ ഭാഗമാണ് പുറത്തേക്ക് വരേണ്ടതെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഫുള്ള് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഷോൾഡറിൻ്റെ ആ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് ചെറിയൊരു കട്ട്, സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു മറ്റേ കോളറിൻ്റെ ക്യാൻവാസ് വരുന്ന ആ ഒരു ഭാഗം ഇതുപോലെ നല്ല വശത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുമ്പം നമുക്ക് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. തയ്യൽ തുമ്പ് ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് ഈ ഒരു ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഒരു സ്റ്റിച്ചിന് മുകളിലേക്കായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കോളർ നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇനി ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി. അപ്പം നല്ല നീറ്റായിട്ട് ഇരുന്നോളൂ. ഇപ്പോൾ തന്നെ വീഡിയോ ഒക്കെ ഒരുപാട് ലെങ്തായി എന്നറിയാം. ചിലവർക്കൊക്കെ ബോറടിച്ചിട്ടുണ്ടാവും തോന്നുന്നു. എന്നാൽ ഇത്രയും സമയം നിങ്ങൾ വീഡിയോ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റിൽ പറയണേ. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തേക്ക് ചെറിയൊരു വർക്ക് കൊടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ഫ്ലവർ താഴത്ത്, പിന്നെ കോളറിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ ആ സൈഡിലായിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആങ്കറിൻ്റെ എംബ്രോയ്ഡറി ത്രെഡ് ഉപയോഗിച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് ആയിട്ടാണ് കൊടുക്കുന്നത്. 6 സ്ട്രാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഉള്ളിലുള്ള ആ ഒരു വരകൾ മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഔട്ട്ലൈൻ കൊടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളിലെ വർക്കിനായിട്ട് മെഷീനിൽ നമ്മൾ നോർമൽ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ കൊടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് സീക്വൻസും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെയും കുറച്ച് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുമുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു എയർലൈൻ ടോപ്പ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.